ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിലക്ഷ്മി കിച്ചൺ വേളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പുളിസാദം ഉണ്ടാക്കിയാലോ? തമിഴ്നാട്ടുകാരുടെ സ്പെഷ്യൽ. അതിനുവേണ്ടി ചെറുനാരങ്ങ വലുപ്പത്തില് പഴയ പുളിയും പുതിയ പുളിയും അരമണിക്കൂർ നേരം വെള്ളത്തില് കുതിരാനായിട്ട് ഇട്ട് വെക്കുക. ഇനി നമുക്ക് ഒരു പൊടി ഉണ്ടാക്കണം പുളിസാദത്തിലേക്ക്. ആ പൊടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടീസ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കറുപ്പ എള്ള്, 1 ടീസ്പൂൺ ജീരകം, ഒരു 5-8 കാശ്മീരി മുളക്, ഒരു 2 തണ്ട് കറിവേപ്പില. നന്നായി വറുത്തെടുക്കുക. നന്നായി വറുത്ത് കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കായത്തിന്റെ പൊടിയും കൂടി ചേർക്കുക. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. ഇതെവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു കുഴമ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 3-4 ടീസ്പൂണ് നല്ലെണ്ണ, അതിലേക്ക് കടുക്, ഉഴുന്നുംപരിപ്പ്, കടലപ്പരിപ്പ്, കശുവണ്ടി അല്ലെങ്കിൽ കപ്പലണ്ടി. ഇനി നമ്മൾ കറിവേപ്പിലും ഉണക്കമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പുളി നന്നായി കരച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി തിളയ്ക്കണ വരെ മൂടി വയ്ക്കുക. നന്നായി തിളച്ച് വറ്റി ഒരുവിധം വറ്റി വരണം. വറ്റി വന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പൊടി ഉണ്ടല്ലോ, അതിൽ നിന്ന് 2 വലിയ ടീസ്പൂൺ പൊടിയും കൂടിയും ചേർക്കുക. എന്നിട്ട് ഇതുപോലെ തിക്കായിട്ട് വരണം. തിക്കായി കഴിയുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റി വെക്കാം. താളിക്കാനായിട്ട് കശുവണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, കറിവേപ്പിലയും കൂടിയും ചേർത്ത് നന്നായി വാട്ടിയെടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂണ് കായത്തിന്റെ പൊടി ചേർക്കുക. ചോറ് ഇതുപോലെ വേവിച്ച് വെക്കണം, ഒട്ടാൻ പാടില്ല. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുളിക്കുഴമ്പിന്ന് ഒരു 2-3, നമുക്ക് ചോറ് എത്ര എടുത്തോ അതനുസരിച്ചുള്ള പുളിക്കുഴമ്പ് 2-3 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. താളിക്കാനായിട്ട് വെച്ചിരിക്കുന്ന കശുവണ്ടിപ്പരിപ്പും നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടിയും കൂടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പുളിസാദം റെഡി. ഈ കുഴമ്പും പൊടിയും ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചോറിലിട്ട് കൂട്ടി കഴിക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനു വേണ്ടി ഒരു തുവയിൽ അരയ്ക്കാം. ഒരു ഫ്രൈ പാനില് നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് 2 വലിയ ടീസ്പൂണ് നല്ലെണ്ണ ഒഴിക്കണം. അതിലോട്ട് 4 ടീസ്പൂൺ തുവരംപരിപ്പ്, 2 ടേബിൾ സ്പൂൺ ഉഴുന്നും പരിപ്പ്, ഒരു വെളുത്തുള്ളി ഒരു 4-5 എണ്ണം, 2 ടേബിൾ സ്പൂണോളം തേങ്ങ, പുളി നെല്ലിക്ക സൈസ് പുളി 2 സൈസ്, ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ട് നമുക്ക് ഈ തുവയിലിന്റെ കൂടെ തുവയില് പുളിസാദവും കൂടി തൊട്ട് കഴിച്ചാണ്ടല്ലോ ആഹാ എന്ന് പറയും. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ആദിലക്ഷ്മി കിച്ചൺ വേൾഡില് കമന്റ്സ് അറിയിക്കുക. മറക്കാതെ ട്രൈ ചെയ്യുക. ബൈ ബൈ ഫ്രണ്ട്സ്.